വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എന്നെ മജീദ് പുളിക്കൽ ഇവിടേക്ക് ക്ഷണിച്ചത് പല നിലയിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആമുഖ വാചകങ്ങളിൽ നിന്ന് മനസ്സിലായി. എന്നാൽ ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഗ്രന്ഥശാലയുടെ, സംസ്ഥാനത്തെ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ഒരു A+ ഗ്രന്ഥശാലയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിൽ തൊട്ട് ദിവസം 2 ദിവസം മുന്നേ ഒരു പ്രസാധക ഗ്രൂപ്പ് വന്നിട്ട് കിം പോസ്റ്റൽ ലൈബ്രറി എന്നാണ് ഒരു കുറേ വർഷങ്ങളായി പ്രമുഖ ഗ്രന്ഥശാലകൾക്കെല്ലാം പുസ്തകങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവർ പറയുന്നത് പൊതുവായനശാലകളിൽ ദർശനങ്ങളെ സംബന്ധിച്ച് പഠനാവസരങ്ങൾ പൊതുവിൽ കുറയുന്നു. ഇതുകൂടി കണക്കിലെടുത്ത് ഇസ്ലാമിക ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന കിം പോസ്റ്റൽ ലൈബ്രറി പൊതുവായനശാലകൾക്ക് സൗജന്യമായി 100ഓളം പുസ്തകങ്ങൾ നൽകുന്നു എന്നാണ് പറയുന്നത്. അത് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഖുർആൻ്റെ മലയാളം പരിഭാഷയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനം വായനാ ബുക്സ് പുറത്തിറക്കി പരിപാടിയിൽ വന്നിട്ടുള്ളത്. ദർശനം രൂപമെടുത്ത 1994 തന്നെ അതിൻ്റെ തൊട്ട് സമീപത്തുള്ള മാധ്യമം ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു IPH ബുക്സ്, അവിടെ ആദ്യം കൊണ്ടുവന്നത് ഖുർആൻ്റെ മലയാളം പരിഭാഷ. ഇങ്ങനെയല്ലത്, വളരെ കട്ടി ബൈൻഡിങ്ങോട് കൂടിയിട്ടുള്ള, ഇതിലും കൂടുതൽ പേജസ് ഉള്ള വോള്യൂം ആണ്. എൻ്റെ ഓർമ്മ 2 വോള്യൂം എന്നുള്ളതാണ്. ഞങ്ങളത് അന്ന് ചെറിയ ലൈബ്രറി ആയതുകൊണ്ട് അത് സൗജന്യമായി കിട്ടിയത് അവിടെ വാങ്ങി വെച്ചു എന്നാണ്. പിന്നീട് ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നിരവധി ഹിന്ദു പ്രദേശമാണ് ലൈബ്രറി നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. വളരെ കൂടുതൽ കുറേയധികം അമ്പലങ്ങളും ഒക്കെ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ്. ധാരാളം ഹിന്ദുക്കൾ ആ പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിക്കുന്നു എന്നുള്ളതാണ്, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതിനെ വിമർശിക്കാൻ വേണ്ടി വായിക്കുന്നതാണോ പഠനത്തിന് വേണ്ടി വായിക്കുന്നതാണോ എന്നറിയാം. എന്തായാലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം വളരെ സൗഹൃദത്തോടെ കഴിയുന്ന ഒരു നാട്ടിൽ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥം വന്നപ്പോൾ അത് വായിക്കാൻ താല്പര്യമെടുത്ത ഒരു ഹിന്ദു ഗ്രൂപ്പിനെ ഞാൻ മനസ്സിൽ കാണുകയാണ്. ആ നിലയ്ക്ക് ഫിലോസഫിക്കലായിട്ടുള്ള, ഇപ്പോൾ ബൈബിളാണെങ്കിലും ഗീതയാണെങ്കിലും എല്ലാ മതസമൂഹങ്ങളുടെയും മാനിഫെസ്റ്റോകൾ എന്ന് പറയാവുന്ന ഗ്രന്ഥങ്ങൾ വളരെ കൂടുതലായിട്ട് ആളുകൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. നമ്മൾക്കറിയാം, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധ രംഗത്ത് അവരെടുക്കുന്ന നിലപാട് എന്താണെന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായി നിൽക്കുന്നത്. നിരപരാധികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഇവിടെ സംസാരിച്ച ചില ആളുകൾ സൂചിപ്പിച്ചു, നിരപരാധികൾ കൂട്ടക്കൊലയ്ക്കിരയായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആശുപത്രിയിൽ കിടക്കുന്നവരെ ഉൾപ്പെടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരാക്രമണത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന ഒരു ഭരണവർഗം ഭാരതത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ഇസ്ലാം, എന്തിനവരെ ഈ രീതിയിൽ, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നിരവധി സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ടകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്ത് എന്നറിയുന്നതിന് ഖുർആനെ പോലെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കപ്പെടേണ്ടതുണ്ട്. ആ നിലയ്ക്ക് വായനാ ബുക്സ് ഈ പുസ്തകം ഈ സന്ദർഭത്തിൽ പുറത്തിറക്കിയതിൽ എൻ്റെ പ്രസാധകരെ അനുമോദിച്ചുകൊണ്ട്, എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും.